ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ഉത്സാഹിക്കുകയാണ്. ഈ വചനം പഠിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഇത് കേവലം ഒരു പഠനം മാത്രമല്ല. പഠനം കുറച്ചേ ഉള്ളൂ, അനുഭവമാണ്. അനുഭവിക്കുകയാണ്. യേശുവിനെ അനുഭവിക്കുന്നു, വചനം അനുഭവിക്കുന്നു. ഈ ബൈബിൾ പഠനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ലഭിക്കുമെന്ന് ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് ഞാനൊന്ന് വേഗം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളോട് പറയാം. ഒന്ന്, നമുക്ക് സ്പിരിച്വൽ ഗ്രോത്ത് കിട്ടും, ആത്മീയമായ വളർച്ച കിട്ടും. രണ്ട്, നമുക്ക് മോറൽ ഗൈഡൻസ് കിട്ടും, വചനം പഠിക്കുന്നതുകൊണ്ട് ധാർമ്മികമായ മാർഗനിർദ്ദേശങ്ങൾ കിട്ടും. പീസ് ആൻഡ് കംഫർട്ട് കിട്ടും, നമുക്ക് സമാധാനവും ആശ്വാസവും കിട്ടി വചനം പഠിച്ചതുകൊണ്ട്. സ്ട്രോങ്ങർ ക്യാരക്ടർ കിട്ടും, നല്ല സ്വഭാവം, നല്ല ശക്തമായ നല്ല ദൈവികമായ സ്വഭാവം കിട്ടാൻ ഈ വചന പഠനം കൊണ്ട് നമ്മളേക്ക് സഹായകമാകും. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈഫ്, ജീവിതത്തെക്കുറിച്ചുള്ള ഉന്നതമായ കാഴ്ചപ്പാടുകൾ, ധാരണകൾ ഈ വചന പഠനം മൂലം നമുക്ക് കർത്താവ് തരും. കർത്താവിന് സ്തോത്രം. ഇംപ്രൂവ്ഡ് പ്രെയർ ലൈഫ് കിട്ടും, മെച്ചപ്പെട്ട ഒരു പ്രാർത്ഥനാ ജീവിതം കർത്താവ് നമുക്ക് തരും. കർത്താവിന് സ്തോത്രം. എബിലിറ്റി ടു ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ വചന അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കാര്യം, എൻ്റെ സുഖം എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരെ എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യാം. അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഹെൽപ്പ് മാത്രമല്ല, സ്പിരിച്വലി എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, ഭൗതികമായി എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, എല്ലാം തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്ട്രെങ്ത് ഇൻ ടെംപ്റ്റേഷൻ, പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് ഈ തിരുവചന പഠനത്തിലൂടെ നമുക്ക് ലഭിക്കും. ഒമ്പതാമത്തെ കാര്യം, യൂണിറ്റി വിത്ത് ചർച്ച് കമ്മ്യൂണിറ്റി, സഭാ സമൂഹവുമായുള്ള ഐക്യം, ഒരുമ. ഈ വചന പഠനം മൂലം എല്ലാവരും തമ്മിൽ ഒന്നിക്കാനിടയാവും. സ്തോത്രം. അവസാനത്തെ എന്താണ്? ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ ലഭിക്കുന്നു. എന്താണ്, എനിക്കൊരു ഭാവി ഉണ്ടോ? എന്താണ് എൻ്റെ ഭാവി? വേദപുസ്തകം പഠിപ്പിക്കുന്നു ഭാഗ്യകരമായ പ്രത്യാശ. ആ ഭാവി, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പഠനത്തിലുപരിയായി അനുഭവിക്കാനും ഇങ്ങനെയുള്ള ബൈബിൾ പഠനം മുഖാന്തരമാണ്. ഞാൻ പെട്ടെന്ന് തൊട്ട കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുക. ഇന്ന് 11ാമത്തെ എപ്പിസോഡാണ്. ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെ പുതിയ ബൈബിൾ പഠന വിഷയങ്ങൾ, ഇതൊരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. പരിശുദ്ധാത്മാവെന്ന വിഷയത്തിലുപരി പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി, ദാറ്റ് പേഴ്സൺ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം പഠിക്കുകയല്ല, കൂടുതൽ അനുഭവിക്കുകയാണ്. ഇന്നും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ. നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പല ന്യായാധിപന്മാരെക്കുറിച്ച് പറഞ്ഞു. അങ്ങ് ഒത്നിയേൽ തുടങ്ങിയുള്ള അനേകം ന്യായാധിപന്മാർ, യിഫ്താഹ്, ഗിദെയോൻ, എത്ര ന്യായാധിപന്മാരില്ലേ. ഇന്നത്തെ ഈ 11ാമത്തെ എപ്പിസോഡിൽ നാം പഠിക്കുന്നത് ശിംശോനെക്കുറിച്ചാണ്. ശിംശോൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വളരെ ശക്തനായ ഒരു മനുഷ്യൻ, ഇല്ലേ? വളരെ ശക്തനായ ഒരു മനുഷ്യൻ. പുറമേ വലിയ ശരീരം, ഭയങ്കര ആരോഗ്യം എല്ലാമുണ്ട്. പക്ഷേ ശിംശോനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒത്തിരി പാഠങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, അറിയാനുണ്ട്, അനുഭവിക്കാനുണ്ട്. നമുക്ക് ചിന്തിക്കാം, ശിംശോൻ്റെ ജന്മം തന്നെ വളരെ ശ്രേഷ്ഠമായിരുന്നു. 13ാം അധ്യായം അതിന് 2 മുതലുള്ളതായി വാക്യങ്ങൾ വായിക്കുമ്പോൾ, വന്ധ്യയായിരുന്നു ശിംശോൻ്റെ അമ്മ. ശരിക്കും പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മകനാണ് ശിംശോൻ. മനോഹ എന്നാണ് അപ്പൻ്റെ പേര്. ആ കുടുംബത്തിൽ ഒരു മകൻ ജനിക്കുന്നു. അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട്, ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞു, നീ വന്ധ്യയല്ലോ, പ്രസവിച്ചിട്ടില്ലെങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. 13ാം അധ്യായം 3ാമത്തെ വാക്യം. ആകയാൽ നീ സൂക്ഷിച്ചുകൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും വരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന്
നാസീറായിരിക്കണം. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ തുടങ്ങും. ശിംശോൻ്റെ ജനനം ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി, ദൈവിക ആലോചന കിട്ടി, ദൈവിക ദൂത് കിട്ടി ജനിച്ചതായ ഒരു മകൻ. അവൻ ആരായിത്തീരും, അവനെ എങ്ങനെ വളർത്തണം, ആ അമ്മ എങ്ങനെയെല്ലാം ജീവിക്കണം, വളരെ കൃത്യമായ സ്പഷ്ടമായ ദൈവിക ആലോചനയിലൂടെ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ശിംശോൻ. ശിംശോൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വിഷയം ശിംശോനെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ അധികം പഠിക്കാനല്ല, പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവിന് വിവിധ പേരുകളുണ്ട്, നാം പഠിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, അങ്ങനെ ഒത്തിരി നാമത്തിൽ പരിശുദ്ധാത്മാവ് വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഇവിടെ 13-ാമത്തെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സോരേക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്ദീപിപ്പിച്ചു തുടങ്ങി. ദൈവാത്മാവ്, യഹോവയുടെ ആത്മാവ് ശിംശോനെ ഉദ്ദീപിപ്പിച്ചു. ദൈവാത്മാവ് ഉദ്ദീപിപ്പിക്കുന്ന ആത്മാവാണ്, ഉത്സാഹിപ്പിക്കുന്ന ആത്മാവാണ്, മുന്നോട്ട് തള്ളിവിടുന്ന ആത്മാവാണ്, ചലിപ്പിക്കുന്ന ആത്മാവാണ്. 14-ാമത്തെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരാട്ടിൻകുട്ടിയെപ്പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്ത അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ഒരു സിംഹത്തെ കീറിക്കളയുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ശക്തി ശിംശോൻ്റെ മേൽ വന്നു. ശക്തനായ കരുത്തനായ ശിംശോൻ. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. അവൻ്റെ കോപം ജ്വലിച്ചു, അവൻ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി. ദൈവത്തിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് ശിംശോൻ്റെ മേൽ വന്നു. കർത്താവിന് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 15-14 നാം വായിക്കുമ്പോൾ, അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ ആവശ്യങ്ങളുടെ മുന്നിൽ യഹോവയുടെ ആത്മാവ് ശിംശോൻ്റെ മേൽ വന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ശിംശോൻ, ദൈവിക വഴിയിലൂടെ ദൈവം നടത്തുവാൻ ആഗ്രഹിച്ച് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിടുവിച്ചെടുക്കുവാൻ ദൈവം വലിയ ശുശ്രൂഷ ഫരമേൽപ്പിച്ച ശിംശോന് ശുശ്രൂഷ ഫരമേൽപ്പിക്കപ്പെട്ട് കിട്ടി. ദൈവം നിയോഗിച്ചു. അങ്ങനെ ദൈവാത്മാവിനാൽ ഉദ്ദീപിപ്പിക്കപ്പെട്ടവനായി മുന്നോട്ട് പോകുമ്പോൾ ശിംശോൻ്റെ മേൽ വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പർപ്പസിന് വേണ്ടി ആത്മാവ് വരുന്നുണ്ട്. അത് അത്യന്തം ശ്രേഷ്ഠമാണ്, അത് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരുവൻ്റെ മേൽ വരിക, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങളുടെ മേൽ ദൈവാത്മാവ് ഉണ്ടോ, നിങ്ങളതിൽ ആർത്തഹാനന്ദിച്ച് സന്തോഷിച്ചു കൊള്ളാം. കാരണം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഭൂമിയിലേക്കും വെച്ച് വിലപ്പെട്ടത്, വില കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല, അതിലും വലിയ അക്ഷയനിധിയാണ്, ക്ഷയിക്കാത്ത നിധിയായ പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മാവിനെ കിട്ടിയെങ്കിൽ നിങ്ങൾ ആർത്തുപാടി ദൈവത്തെ സ്തുതിച്ചു കൊള്ളണം. ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിയെങ്കിൽ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത്. കാരണം എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയല്ലോ, ഞാൻ ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും സമ്പന്നനാണല്ലോ. ആ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ ദ വേൾഡ്, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവ്, ഏറ്റവും വിലയേറിയതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടുക. ശിംശോൻ അത് കിട്ടി. പക്ഷേ ശിംശോൻ്റെ ചരിത്രം നോക്കുമ്പോൾ ശിംശോൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ആ പാഠങ്ങൾ? നമുക്ക് ചിന്തിക്കാം. ശിംശോന് ജന്മം ലഭിക്കുന്നതിന് മുമ്പ് തൻ്റെ അമ്മയോട് പറഞ്ഞ കാര്യം, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളണം. ഒന്നാമത്തെ കാര്യം, സൂക്ഷ്മതയോടെ ജീവിക്കണം. സൂക്ഷ്മതയോടെ ജീവിക്കണം. 2, വീഞ്ഞും മദ്യവും കുടിക്കരുത്. തന്നെ
വേർതിരിക്കപ്പെട്ടവളായി കാത്തുകൊള്ളണം. 3, അശുദ്ധമായതൊന്നും തിന്നരുത്. ഭക്ഷണത്തിലൂടെ യാതൊരു അശുദ്ധിയും വരരുത്. ജീവിതം വിശുദ്ധിയോടെ കാത്തുകൊള്ളണം. 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ. മാത്രവുമല്ല, ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അവൻ നാസീറായിരിക്കണം, ദൈവത്തിന് നാസീർ വ്രതസ്ഥനായിരിക്കണം. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. അങ്ങനെ അനേക കാര്യങ്ങൾ ജീവുള്ള ദൈവം ശിംശോനെക്കുറിച്ച് പറയുകയാണ്. ശിംശോന് ചില ഇൻസ്ട്രക്ഷൻസ് ശിംശോൻ്റെ അമ്മയ്ക്കും ശിംശോനും കിട്ടേണ്ടതായ ദൈവീകമായ ചില സന്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ മേലൊരു ദൈവീക വിളിയുണ്ടെങ്കിൽ, ദൈവീകമായ ഒരു വലിയ കോളിംഗ് നമ്മുടെ മേലുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് പോരാട്ടം ഉണ്ടാകും. അത്രത്തോളം പിശാചിൻ്റെ ആ ലോകം നമുക്കെതിരായി നിൽക്കും. കോളിംഗ് ഉള്ളവന് എതിരുണ്ടാകും, വിഷൻ ഉള്ളവന് എന്നും എതിരുണ്ടാകും. സാധാരണ വെറുതെ നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് യാതൊരു വിഷയവുമില്ല. ഒരു കോളിംഗ് ഉണ്ട്, ഒരു വലിയ ശുശ്രൂഷയുണ്ട് എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ വളഞ്ഞാക്രമിക്കാൻ ദുഷ്ടപിശാച് ശ്രമിക്കും. മുന്നിൽ നേരിട്ട് വന്ന് ആക്രമിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നിൽ നിന്ന് തള്ളി വീഴിക്കാൻ നോക്കും. അതുകൊണ്ട് നാം ജാഗ്രതയോടെ നിൽക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന പ്രബോധനം. ജാഗ്രതയുള്ളവരായിരിക്കണം. മകനെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷയുണ്ടെങ്കിൽ, നിന്നെക്കുറിച്ച് വലിയ വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്നെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം അനേക ദൂതുകൾ തന്നിട്ടുണ്ടെങ്കിൽ നീ അത്രത്തോളം ജാഗ്രതയോടെ നിന്നോളുക. ദുഷ്ടനായ പിശാച് തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ജാഗ്രതയുള്ളവനായിരിക്കാൻ ദൈവത്തിൻ്റെ വചനം പലയിടത്ത് പറയുന്നുണ്ട്. ശിംശോൻ്റെ ജീവിതത്തിൽ എന്താണ് പറ്റിയത്? ഈ ജാഗ്രത ഇല്ലാതെ പോയി. നമുക്ക് അതിനാധാരമായി വേദപുസ്തകത്തിൽ പല സ്ഥലത്ത് വായിക്കാൻ കഴിയും. വിശുദ്ധിയോടെ ജീവിക്കണം എന്നുള്ള ദൈവീക നിർദ്ദേശത്തിന് എതിരായും വിരുദ്ധമായും ചില ആക്രമണങ്ങൾ ശിംശോന് വരുമ്പോൾ ശിംശോൻ അതിൽ വീണു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആത്മാവിനെ ലഭിച്ചവനാണെങ്കിലും ആത്മാവിനെ ലഭിച്ചത് ശുശ്രൂഷയ്ക്ക് ഉപകാരമായി, മറ്റുള്ളവർക്ക് ഉപകാരമായി. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അത് ഉപകാരപ്പെടുത്താൻ ശിംശോന് കഴിഞ്ഞില്ല. അതൊരു വലിയ വാണിങ്ങാണ്. ശിംശോൻ ചെന്നിടത്തെല്ലാം ജയം കിട്ടി. കാരണം ആത്മാവ് അവൻ്റെ മേൽ വന്നു. ശിംശോനെ കെട്ടിയിരുന്ന ചണനൂല് ആ കെട്ട് തീയിൽ ചണനൂൽ കത്തിപ്പോകുന്ന പോലെ പോയി. അവനൊന്ന് കുടഞ്ഞപ്പോൾ വലിയ വീര്യപ്രവർത്തികൾ ചെയ്തു. കഴുതയുടെ താടിയിൽ കൊണ്ട് കുന്നൊന്ന്, കുന്ന് 2, കുന്ന് 3 അങ്ങനെ ഫെലിസ്തരെ, ശത്രുസൈന്യത്തെ കൊന്നൊടുക്കി. ഒരു വലിയ പട്ടണത്തിൻ്റെ പട്ടണവാതിൽ പിഴുതെടുത്ത് അവൻ മലമുകളിൽ കൊണ്ടുവച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ദൈവം കൊടുത്ത ചില നിർദ്ദേശങ്ങളും ദൂതുകളും പാലിക്കാൻ ശിംശോന് കഴിഞ്ഞില്ല. പ്രിയ ദൈവജനമേ, ഞാൻ എളിമയോടെ എന്നോടും നിങ്ങളോട് ഓരോരുത്തരുമായിട്ട് പറയട്ടെ, നമ്മിൽ വലിയ വേല കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ ദുഷ്ടനായ പിശാചിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. ദൈവം തരുന്ന ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ പോലും നാം നിസ്സാരമാക്കി കളയരുത്. വലിയ വലിയ കാര്യങ്ങളിലൂടെ അല്ല ഒരുപക്ഷെ പിശാച് നമ്മിൽ കയറുന്നത്. തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരുണ്ട്. എനിക്ക് വ്യഭിചാരമില്ല, കൊലപാതകമില്ല, മദ്യപാനമില്ല, മോഷണമില്ല, വരുതാത്ത വേണ്ടാധീനങ്ങളില്ല, അങ്ങനെ ഒരുവിധം മാന്യമായിട്ടൊക്കെ നടക്കുന്നു. നമുക്ക് നമ്മിൽ തന്നെ ഒരു തൃപ്തിയുണ്ട്, സാറ്റിസ്ഫാക്ഷനുണ്ട്. എന്നാൽ നമുക്ക് തൃപ്തിപ്പെടാനില്ല. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കാര്യം മതി, അതിലൂടെ പിശാച് കയറും. ഒരു നീരസം മതി, ഒരു കയ്പ് മതി, ഒരു മുഷിച്ചൽ മതി, ഒരു മുൻവിധി മതി. വല്ല കയ്പുള്ള വേരും മുളച്ച് അനേകർ മലിനപ്പെടാനിടയാകും. ഒരാൾക്കൊരു ചെറിയ കയ്പുള്ള വേര് ഉള്ളിൽ മുളച്ചാൽ മതി, അനേകരുടെ വീഴ്ചയ്ക്ക് അത് കാരണമാകും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനേക കാര്യങ്ങൾ. ഒരു ചെറിയ ചിന്ത, സോ എ തോട്ട് റീപ്പ് ആൻ ആക്ഷൻ, സോ ആൻ ആക്ഷൻ റീപ്പ് എ ക്യാരക്ടർ, സോ എ ക്യാരക്ടർ റീപ്പ് യുവർ ഡെസ്റ്റിനി. ഇംഗ്ലീഷിലൊരു ചൊല്ലാണ്, ഒരു ചെറിയ ചിന്ത വിതയ്ക്കൂ. സോ എ തോട്ട് റീപ്പ് ആൻ ആക്ഷൻ. ഒരു ചെറിയ ചിന്തയാണ് പ്രവൃത്തിയിൽ ചെന്ന് കലാശിക്കുന്നത്. സോ ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തി വിതയ്ക്കൂ.
സോ എ ക്യാരക്ടർ, അത് നിൻ്റെ സ്വഭാവമായി തീരും. സോ എ ക്യാരക്ടർ, റീപ്പ് യുവർ ഡെസ്റ്റിനി. ഒരുപക്ഷെ നിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്നത് നിൻ്റെ ജീവിതത്തിലൊരു ചിന്ത, ഒരു പ്രവൃത്തി, ഒരു സ്വഭാവദൂഷ്യം, അത് നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയാം. അവിടെ നാം വിജിലൻ്റ് ആയിരിക്കും. ഞാൻ എന്നോട് കൂടിയാണ് പറയുന്നത്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു എന്നുള്ളതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ വകയില്ല. ദൈവങ്ങൾക്ക് മനസ്സിലായോ? ശിംശോൻ ചെന്നിടത്തെല്ലാം ജയം, ശിംശോൻ ചെന്നിടത്തെല്ലാം സൂപ്പർ നാച്ചുറൽ, ശിംശോൻ ചെന്നിടത്തെല്ലാം മനുഷ്യർക്ക് അത്ഭുതം വരുന്ന കാര്യങ്ങളാണ് നടന്നത്. എന്തുകൊണ്ട്? ആത്മാവ് വന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ തൻ്റെ ശുശ്രൂഷയിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിനെ തൻ്റെ ജീവിതത്തിൻ്റെ, തൻ്റെ ആളത്വത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ശിംശോൻ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് വായിക്കാം. കർത്താവിന് സ്തോത്രം. 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ശിംശോൻ തിമ്നായിലേക്ക് ചെന്ന് തിമ്നായിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. ഫെലിസ്ത്യ കന്യകയുടെ അടുക്കൽ പോകേണ്ടവനല്ല അവൻ. കർത്താവിന് സ്തോത്രം. പക്ഷെ അവൻ ഫെലിസ്ത്യ കന്യകയിൽ ആകൃഷ്ടനായി. 14-ാമത്തെ അധ്യായം. വീണ്ടും 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അനന്തരം ശിംശോൻ ഗസയിലേക്ക് ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ടു, അവളുടെ അടുക്കൽ ചെന്നു. കേട്ടോ, ആദ്യം ഒരു സ്ത്രീയെ കണ്ടു, പിന്നീട് ശിംശോൻ അതിലാകർഷണനായി അവിടെ നിന്നു, പിന്നീട് ഒരു വേശ്യയുടെ അടുക്കലേക്ക് പോയി. വീണ്ടും 16-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതിനുശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്നൊരു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. വിശുദ്ധിയോടെ ജീവിക്കണമെന്നാണ് ശിംശോന് കിട്ടിയ ദൈവിക ദൂത്. ശിംശോൻ വിചാരിച്ചു തൻ്റെ മേൽ ആത്മാവ് വരുന്നുള്ളതുകൊണ്ട് എൻ്റെ ജീവിതം ശരിയായി എന്ന്. എൻ്റെ പ്രിയ ദൈവജനം, ഇത് വലിയ ആത്മീയ ആഴമാണ്. കർത്താവ് പറഞ്ഞു മത്തായിയുടെ സുവിശേഷത്തിൽ, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികളും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞിട്ടില്ല, എന്നെ വിട്ടുപോകുവിനെന്ന് ഞാൻ അവരോട് തീർത്തു പറയും. ശുശ്രൂഷ നടന്നു, കൃപാവരങ്ങൾ ജ്വലിച്ചു, കൃപാവര ശുശ്രൂഷകൾ നടന്നു. പക്ഷേ കൃപാവരങ്ങൾക്ക് വേണ്ടി ജ്വലിച്ച ആത്മാവ് സ്വന്തം ജീവിതത്തിലെ ശുദ്ധീകരണത്തിന് വേണ്ടി ജ്വലിച്ചില്ല. ഒരു നീരസം വന്നു, സാരമില്ല. ഒരു മുൻവിധി വന്നു, അതൊന്നും കുഴപ്പമില്ല. ഒരു ദ്രവ്യാഗ്രഹം വന്നു, അതിപ്പോൾ സാരമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതല്ലേ. ഇങ്ങനെ സ്വന്തം ജീവിതത്തിലുള്ള ചില കുറവുകളും പോരായ്മകളും സാരമില്ല എന്ന് വെച്ചു. പാപത്തിന്മേൽ പാപം വന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമത്തെ അവസാനം നാം കാണുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൾ അവനെ മടിയിലുറക്കി ഒരാളെ വിളിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. ശിംശോനെ ഒതുക്കിയത് സ്ത്രീയാണ്. ആത്മീയഗോളത്തിൽ 3S എന്ന് ദൈവമക്കൾ പറയാറുണ്ട്. 3S. സൂക്ഷിക്കണം. ഇതേതെങ്കിലും ഒന്നോ അതിൽ കൂടുതൽ എസ്സോ നമ്മെ ബാധിക്കാം, സ്വാധീനിക്കാം, നമ്മുടെ ആത്മീയജീവിതം തകർത്ത് കളയാം. 1 S, ആദ്യത്തെ S സിൽവർ, 2 സെക്സ്, S, 3 സെൽഫ്. സിൽവർ പണം, സെക്സ് അശുദ്ധി വ്യഭിചാരം, 3 സ്വയം അല്ലെങ്കിൽ അഹങ്കാരം. ഈ 3 എസിനോട് ബന്ധപ്പെട്ടതാണ് മിക്കവാറും എല്ലാ പാപങ്ങളും. സിൽവർ, സെക്സ്, സെൽഫ്. എനിക്കിതൊന്നുമില്ല, ഞാൻ ഈ 3 എസ്സൊക്കെ എന്നേ ജയിച്ചതാണെന്ന് മകനെ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ശാന്തമായിരുന്ന് നിന്നെ തന്നെ ശോധന ചെയ്താൽ നിനക്ക് മനസ്സിലാകും. നിന്നിലും മുഴച്ചു നിൽക്കുന്ന ചില എസ്സുകളുണ്ട്. ഒരുപക്ഷെ ദ്രവ്യാഗ്രഹമായിരിക്കാം. ദ്രവ്യാഗ്രഹം എന്ന് പറയുമ്പോൾ വലിയ സമ്പന്നന്മാർക്ക് വരുന്ന ഭാവമാണെന്ന് പലരും ചിന്തിച്ചിരിക്കുന്നത് അല്ല പ്രിയരെ. കോടാനുകോടി സ്വത്തുള്ള ഒരാൾക്ക് ഒരു അല്പം പോലും ദ്രവ്യാഗ്രഹം വരണമെന്നില്ല. ഒന്നുമില്ലാത്ത ചെറ്റക്കുടിൽ കഴിയുന്നവർക്ക് ദ്രവ്യാഗ്രഹം വരാം. ദ്രവ്യം, പണത്തോടുള്ള അറ്റാച്ച്മെൻ്റ്, മോഹം, പണമുണ്ടാക്കണമെന്നുള്ള പരവേശം, പണമുണ്ടാക്കുന്ന സ്വപ്നം കാണുന്നു, പണമേ ശരണം, ഇതെല്ലാം ദ്രവ്യാഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. പണം കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മുഖം വാടുന്നു, നമ്മുടെ മനസ്സ് വാടുന്നു. അപ്പോൾ ആ പണത്തോട് നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കർത്താവിന് സ്തോത്രം. ഒരു ദൈവവേദൽ അവൻ്റെ ജീവിതത്തിൽ പണം കൂടിയാൽ അഹങ്കരിക്കുകയില്ല, പണം കുറഞ്ഞാൽ താഴുകയില്ല. കാരണം അവനെ നടത്തുന്നത് പണമല്ല, അവൻ നടത്തുന്നത് ദൈവമാണ്. കർത്താവിന് സ്തോത്രം.
കാക്കയെ കൊണ്ട് ഏലിയാവിനെ പറ്റി ഒരു ദൈവത്തിൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നതെന്ന് ഉള്ള വിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അല്പം ആഴമാണത്, മനസ്സിലാക്കാൻ പോലും അല്പം പ്രയാസമുള്ളതാണത്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നൊരു ദൈവം എന്നെ പുലർത്താൻ, എന്നെ പോറ്റാൻ ശക്തനാണെന്നുള്ള ഉറപ്പ് മനസ്സുപാടാൻ ഇടം കൊടുക്കുകയില്ല. കർത്താവിന് സ്തോത്രം. ഒരല്പം പണം വന്നു, ഒരു നല്ല വീട് വെച്ചു, ഒരു നല്ല വണ്ടി വാങ്ങി, നല്ല നല്ല സൗകര്യമായി, തല പൊങ്ങുകയില്ല. എല്ലാം ദാനമല്ലോ എന്നോർക്കും. ഇത് രണ്ടും, വാടുന്നതും ഉയരുന്നതും രണ്ടും ദ്രവ്യാഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. കർത്താവിന് സ്തോത്രം. രണ്ട്, സെക്സ്, പ്രകടമായ പാപങ്ങൾ, വ്യഭിചാരം എന്ന് മാത്രമല്ല, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, സംസാരത്തിൽ. ചില പുരുഷന്മാർ സ്ത്രീകളോടെ അധികം സംസാരിക്കുകയുള്ളൂ. പിന്നിൽ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, അശുദ്ധിയുടെ വ്യാപാരമാണത്. സ്വന്തം ഭാര്യയോട് അധികം സംസാരിക്കുകയില്ല, മറ്റ് സ്ത്രീകളോട് സംസാരിക്കാൻ വാചാലത കൂടും. അശുദ്ധിയാണ് അതിന് പിന്നിൽ. ചകഞ്ഞു നോക്കിയാലേ അറിയാം. കർത്താവിന് സ്തോത്രം. ചകഞ്ഞു നോക്കിയാലേ അറിയാവുള്ളൂ. യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവിളി അറിയണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ എന്നുള്ള ആഴമേറിയ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇതൊക്കെ വെളിപ്പെട്ട് വരികയുള്ളൂ. ഇല്ലെങ്കിൽ ഓൾ റൈറ്റ്, ഐ എം റൈറ്റ്, യു ആർ നോട്ട് റൈറ്റ്. ഞാൻ കറക്റ്റാണ്, അവർ കറക്റ്റല്ല. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയരേ, ആഴമാണോ? കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഒഴിപ്പിച്ചതാണ്. മൂന്നാമത്തെ എന്താണ്? സെൽഫ്. ഞാൻ എന്ന ഭാവം. ഞാൻ, എനിക്കറിയാം, എനിക്ക് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് ബൈബിൾ ക്ലാസ് എടുക്കുക, അങ്ങനെ ചിന്തയുണ്ടോ? സെൽഫാണ്. കർത്താവിന് സെൽഫിൻ്റെ രണ്ട് തലങ്ങളാണ്. ഒന്ന് അഹങ്കാരം, രണ്ട് നിരാശ. രണ്ട് സെൽഫാണ്. കർത്താവിന് സ്തോത്രം. ഞാനൊന്നുമല്ല, ഞാനേതുമല്ല എന്നുള്ള പരിഭവം, സ്വയം പരിതാപം. മോനെ, നീ ആണ്, നീ ദൈവവേദലാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാണെന്ന് ചിന്തിച്ചോളണം. ഞാൻ ആരുമല്ല, ഞാൻ ഏതുമല്ല എന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എൻ്റെ അപ്പൻ സ്വർഗത്തിലുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ നിസ്സാരനായിരിക്കും, പക്ഷേ ഞാൻ കർത്താവിൻ്റെ മോനാണെന്നുള്ള ചിന്ത, ഞാൻ വലിയവനാണെന്നുള്ള അഹങ്കാരവും പാടില്ല. എത്ര പ്രസംഗിച്ചാലും, എത്ര പ്രവചിച്ചാലും, എത്ര കൃപാവര ശുശ്രൂഷ ചെയ്താലും, ഞാൻ ഇത്ര ബെറ്ററാണ്, ഞാൻ ഇത്ര കേമനാണ്, മറ്റുള്ളവരെക്കാൾ കേമനാണെന്ന് ചിന്ത വന്നാൽ പോയി, എല്ലാം പോയി. സെൽഫാണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വ്യാപാരങ്ങൾ, ഈ മൂന്ന് പാപങ്ങളുടെ വ്യാപാരങ്ങളാണ് എല്ലാ പാപത്തിൻ്റെയും ബേസ്. ഞാൻ പോകട്ടെ. ശിംശോന് പറ്റിയത് സെക്സായിരുന്നു. ഒരുപക്ഷെ മോനെ, ശിംശോന് പറ്റിയത് സെക്സായിരിക്കാം, നിനക്ക് ചിലപ്പോൾ സെൽഫായിരിക്കാം, നിനക്ക് ചിലപ്പോൾ സിൽവറായിരിക്കാം. ഞാൻ നിങ്ങളുടെ നേരെ ഒരു വിരൽ നീട്ടുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ബാക്കി വിരലുകൾ നീട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നെ തന്നെ ശോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഞാൻ തികഞ്ഞിട്ടല്ല പറയണേ. ഒന്നിലും എനിക്ക് അതില്ലല്ലോ എന്ന് പറഞ്ഞ് അഭിമാനിക്കാനില്ല. എനിക്ക് സെക്സിൻ്റെ വികാരമില്ലല്ലോ, കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത്. എനിക്ക് സെൽഫില്ലല്ലോ ചിന്തിക്കരുത്. എനിക്ക് ദ്രവ്യാഗ്രഹമില്ലല്ലോ എന്ന് ചിന്തിച്ച് സമ്മതിക്കരുത്. അങ്ങനെ തൃപ്തിയാകരുത്. എവിടെയാണ് എനിക്ക് വീഴ്ച എന്ന് കണ്ടെത്തിക്കൊള്ളണം. ശിംശോൻ്റെ ജീവിതത്തിൽ സെക്സായിരുന്നു. അവനെ അതിൽ വീഴിച്ചു, അവളവനെ ഒതുക്കി. സെക്സായിരുന്നു അവൻ്റെ വീക്ക്നെസ്, അതിൽ തന്നെ പിശാച അവനെ ഒതുക്കി. അവരെന്ത് ചെയ്തു? അവളവനെ ഒതുക്കി തുടങ്ങി, അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ, ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. ശിംശോൻ വിചാരിച്ചു, ഏത് വ്യഭിചാരം ചെയ്താലും, ഏത് പാപം ചെയ്താലും കർത്താവ് കൂടെ ഇരിക്കും, കർത്താവ് ഒന്നും പോവുകയില്ല. ഇന്ന് അനേക വിശ്വാസികൾ അങ്ങനെയാണ്. വിശ്വാസികളെന്ന് പേർ പറയുന്നവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അഭിഷേകം പ്രാപിച്ചു, ഞാൻ അന്യഭാഷ എഴുതു, ഇനിയൊന്നും ഒരു കുഴപ്പമില്ലെന്നറിയാം. പിശാച് കണ്ണ് കുത്തിപ്പൊട്ടിക്കും. കർത്താവിന് സ്തോത്രം. ഗൗരവമുള്ളതാണ് ആത്മീയ ജീവിതം. ലാഘവത്തോടെ ജീവിക്കേണ്ട ജീവിതമല്ല പ്രിയരെ. കർത്താവിന് സ്തോത്രം. അവൻ വിചാരിച്ചു, എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരിക്കും, കുടഞ്ഞ് ഒഴിഞ്ഞു കളയുമെന്ന് പറഞ്ഞു. എന്നാൽ ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അവൻ്റെ കാഴ്ചപ്പാടാണ് ആദ്യം പിശാച് തൊട്ടത്. കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, അവൻ്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തി. അവനെ ചെമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. 16-ാം അധ്യായം 19 വാക്യങ്ങൾ. ഒരു വലിയ വീരപുരുഷന് സംഭവിച്ച വീഴ്ച. ആത്മാവ് വന്നു എന്നുള്ളതുകൊണ്ട്, ഇന്നെൻ്റെ മേൽ ആത്മാവ് ഉണ്ടെന്നുള്ളതുകൊണ്ട് നാം
നിസ്സാരമായി കളയരുത്. ലഭിച്ച ആത്മാവ് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. ലഭിച്ച ആത്മാവ് പോകാനിട വരരുത്. ഒരിക്കൽ ആത്മാവ് വന്നു അതുകൊണ്ട് പോവുകയില്ല എന്ന് ചിന്തിക്കരുത്. പോകാം. അതുകൊണ്ടൊരു പെട്ടെന്നൊരു കാര്യം വന്നു പെട്ടെന്ന് ദൈവാത്മാവ് ഇറങ്ങിപ്പോകുമെന്നല്ല. പക്ഷേ മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപങ്ങളുണ്ട്. വചനം പറയുന്നു, പുതിയ നിയമത്തിൽ പറയുന്നു, മരണത്തിന് ആത്മാവിൽ പെട്ടെന്ന് മരണം വരുന്ന ചില പാപങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വഴികൾ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ദൈവദാസന്മാരെ ചോദ്യം ചെയ്യുകയും അവരെ വിമർശിക്കുകയും അവരെ വിശകലനം ചെയ്യുകയും അവർക്കെതിരായി കുറ്റാരോപണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആ പ്രവണത, ഇതെല്ലാം മരണകരമായ പാപങ്ങളായിരിക്കും. മരണത്തിനല്ലാത്ത പാപങ്ങളുണ്ട്. അതേ ഒരു നീരസം വന്നു, ഒരു കയ്പ് വന്നു, ഒരു മുഷിൽ വന്നു, കർത്താവേ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ദൈവസന്നിധിയിൽ മോചനം പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ചെറിയ തെറ്റ് വന്നു, അതുകൊണ്ട് കർത്താവ് ഇട്ടിട്ട് പോവുകയല്ല, പരിശുദ്ധാത്മാവ് വേഗം മാറിപ്പോവുകയല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് മാറിപ്പോകുന്ന പാപമാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. ശിംശോന് ജീവിതത്തിൽ ആത്മാവ് ലഭിച്ചുവെങ്കിലും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റിയില്ല. പക്ഷേ ഭാഗ്യവശാൽ ശിംശോൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ശിംശോൻ വീണ്ടും അനുദപിച്ചു. ശിംശോൻ അനുദപിച്ചിട്ട് പറയുകയാണ്, കർത്താവിന് സ്തോത്രം. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. കുറേ ദുരിതങ്ങളും വേദനകളും ഫെലിസ്തരുടെ ആക്ഷേപങ്ങളും ഫെലിസ്തീന് വേണ്ടി മാവോടിക്കുന്ന അതെല്ലാം ചെയ്ത് ചങ്ങലകളിൽ കിടക്കുമ്പോൾ, കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ശിംശോൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്തൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വീഴ്ച വന്നോ, പിന്മാറ്റം വന്നോ, നമ്മുടെ ജീവിതത്തിൽ ഹീനമായ പാപങ്ങളിൽ പെട്ടുപോയോ എങ്കിലും നിരാശപ്പെടരുത്. ശിംശോൻ്റെ ലൈഫ് അവസാനത്തെ വാക്ക് ഒരു പ്രത്യാശയുടെ വാക്കാണ്. ശിംശോൻ പ്രാർത്ഥിച്ചു, കർത്താവേ യഹോവേ, എന്നെ ഓർക്കണമേ. 16-ാമത്തെ 28-ാമത്തെ വാക്യം, ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിന് വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. കർത്താവേ, നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിന് എനിക്ക് തരണമേ. നഷ്ടപ്പെട്ടു പോയ കാഴ്ചപ്പാട് തരണമേ. നഷ്ടപ്പെട്ടു പോയ കണ്ണുകാഴ്ച തരണമേ. നഷ്ടപ്പെട്ടു പോയ വീര്യം തരണമേ. നഷ്ടപ്പെട്ടു പോയ ബലം തരണമേ. ശിംശോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെക്കുറിച്ച് അനുദപിക്കുകയും ജീവനുള്ള ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ! ശിംശോൻ്റെ മേൽ ദൈവം തൻ്റെ ശക്തിയെ അയച്ചു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശിംശോന് കർത്താവ് ഒരു പ്രാവശ്യം കൂടി ചാൻസ് കൊടുത്തു. നിങ്ങളാരെങ്കിലും പിന്മാറ്റത്തിലാണോ? ദൈവസ്നേഹത്തെ അകന്നുപോയോ? പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിച്ച് മാറി നിൽക്കുകയാണോ? ആത്മാവിൽ മരണം സംഭവിച്ച് ആത്മീയ മരണത്തിൽ കഴിയുകയാണോ? മടങ്ങി വരാം. ഇന്ന് കൃപായുഗമാണ്, മടങ്ങി വരാം. ഹല്ലേലൂയ! നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക, നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുദപിക്കുക, ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പണം പറയുക. കർത്താവേ, ഇനിയില്ല കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വഴിയിലൂടെ ഞാൻ നടന്നുകൊള്ളാം. നാഥാ, എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ ശുദ്ധികളും തിന്മകളും അഹങ്കാരങ്ങളും സ്വയം പരിതാപങ്ങളും, നാഥാ, ഞാൻ എന്നെ തന്നെ തിരിച്ചറിയാതെ അഹങ്കരിച്ചത്, എൻ്റെ പദവി അറിയാതെ ഞാൻ താഴ്ന്നു ചിന്തിച്ചത് എല്ലാം കർത്താവേ അവിടുന്ന് ദുഃഖിക്കാനിടയായി. കർത്താവേ, ഞാനത് സമ്മതിച്ച് ഏറ്റുപറയുന്നു. കർത്താവേ, എൻ്റെ മേൽ ഇനിയും ശക്തി പകരണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ പകരണമേ. കർത്താവേ, ഞാൻ കടന്നു പോകുന്നതിന് മുമ്പ് യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവുമായി നിരപ്പ് പ്രാപിച്ച് ഈ ആത്മശക്തി ആത്മപ്രവാഹത്തിന് മേൽ വന്ന് നാഥാ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഒരു പ്രാവശ്യം കൂടി നിന്ന് ഈ ഭൂമിയിൽ മാറ്റപ്പെടാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് ശിംശോൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാമെങ്കിൽ കർത്താവ് തൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും, വീണ്ടും പകരും, വീണ്ടും ശക്തി തരും, വീണ്ടും ബലപ്പെടുത്തും. അതിന് കർത്താവ് ഇടയാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശിംശോൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം കിട്ടി, വാണിംഗ് കിട്ടി, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, ശുശ്രൂഷയിൽ ആത്മാവ് വ്യാപരിച്ചു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കാതെ, ശുദ്ധീകരണത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ശുശ്രൂഷയിൽ മാത്രം കേന്ദ്രീകരിച്ച് നിന്നു. സ്വന്തം ജീവിതത്തിൻ്റെ ശുദ്ധീകരണത്തിൽ ലക്ഷ്യമാകാതെ നിന്നതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വേണ്ടതുപോലെ പരിശുദ്ധാത്മാവിന് പ്രയോജനപ്പെടാൻ പറ്റിയില്ല. എങ്കിലും കർത്താവ് വീണ്ടും ദയ കാണിച്ചു. ശിംശോന് ഒരു ചാൻസ് കൊടുത്തു. ആ നല്ല ദൈവം ജീവിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും തിരിഞ്ഞു നോക്കി നമുക്ക് ചിന്തിക്കാം, തിരുത്താം. പുതിയ ചൈതന്യത്തിലേക്ക്, പുതിയ ചൈതന്യത്തോടെ, പുതിയ കൃപയോടെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് വരാം, കർത്താവിൻ്റെ വേലയിൽ വരാം. ഒപ്പം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച്
ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കാൻ നമുക്ക് ഒരുങ്ങാം. അതിന് കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ബൈബിൾ ക്ലാസ് ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും ആത്മീയമായ കാര്യങ്ങൾക്ക് ഗൈഡൻസോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുമായി സംസാരിക്കുകയും ചെയ്യാം. എങ്കിലും ഞങ്ങളെന്നും പറയുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവുമായി ബന്ധം സ്ഥാപിച്ച് നിങ്ങൾ പിന്മാറിപ്പോയെങ്കിൽ യഥാസ്ഥാനപ്പെട്ട് മുന്നോട്ട് വരിക. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങൾക്ക് ഉത്തരം തരും. അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസാണ്. യേശു ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുക അതൊരു വലിയ ബന്ധമാണ്, നിത്യത വരെ നിലനിൽക്കുന്ന ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് നിങ്ങൾ വരിക, പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.